ശാന്തിവള ദിനേശ് അദ്ദേഹത്തിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ വെച്ച് തരാം. അദ്ദേഹം ജോജുവിനെ പറ്റി പറഞ്ഞതും ജോജുവിൻ്റെ സ്വഭാവത്തിനെ പറ്റി പറഞ്ഞതും ജോജുവിൻ്റെ അഹങ്കാരത്തിനെ പറ്റി പറഞ്ഞതും ജോജുവിൻ്റെ തലക്കനത്തെ പറ്റി പറഞ്ഞതും മറ്റുള്ള ശ്രീകുമാരൻ തമ്പിനെ പറ്റി പറഞ്ഞതും പാർവതിനെ പറ്റി പറഞ്ഞതും എല്ലാത്തിൻ്റെ വീഡിയോ വെച്ച് തരാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് വീഡിയോ കണ്ടിട്ട് മതിയല്ലേ, അല്ലെങ്കിൽ പിന്നെ അത് ഒരു ഈ ചങ്കിലും മുള്ളായിട്ട് ഇരിക്കണ്ട, വീഡിയോ കാണാം. വരവില്ല നായകൻ ജോജു ജോർജ് ആണല്ലോ. അഭിനയത്തേക്കാൾ എല്ലാത്തിലും തലയിട്ട് തലവേദന ഉണ്ടാക്കുന്ന കലാകാരനാണ് അത്രേ ഇപ്പോൾ ജോജു ജോർജ്. വരവിൻ്റെ സെറ്റിൽ മാത്രം 15-16 സെൽഫോണുകൾ എറിഞ്ഞു പൊട്ടിച്ചു എന്നാണ് ദൃക്സാക്ഷിയായ ഒരാൾ എന്നോട് പറഞ്ഞത്. 15-16 ഫോൺ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരുമ്പോൾ, ഫോണിൽ വിളിക്കുന്നവനോട് ദേഷ്യം വന്നാലും സെറ്റിൽ ദേഷ്യം വന്നാലും ശരി, ഫോണിനെയാണ് ആദ്യം പുള്ളി. അതാകുമ്പോൾ വായില്ലല്ലോ, തിരിച്ച് ചീത്ത വിളിക്കാനോ അടിക്കാനോ ഒന്നും സെൽഫോണിന് കഴിയില്ലല്ലോ. അപ്പോൾ 1 ലക്ഷമോ 50,000 രൂപയോ 1 ലക്ഷം രൂപയോ 1.5 ലക്ഷം രൂപയൊക്കെ വിലയുള്ള, മിക്കവാറും സിനിമാക്കാരനായതുകൊണ്ട് ആരെങ്കിലുമൊക്കെ ഫ്രീ കൊടുത്ത ഒരു 100 ഫോൺ വീട്ടിൽ കാണും. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റിൽ 16 ഫോണൊക്കെ അടിച്ചു പൊട്ടിക്കാൻ പറ്റും. ഒരു 16 ഫോൺ തല്ലി പൊളിച്ചു വന്നു. പിന്നെ എന്റെ ശമ്പളം 5 കോടി രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്ത് കളിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്റെ ശമ്പളം എന്താന്നുള്ളത് ഇവിടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ അന്വേഷിച്ചാൽ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ആ പറഞ്ഞ പൈസക്ക് ആരൊക്കെ വെറുതെ പറയാം എന്റെ 5 കോടി, അതിന്റെ പകുതി വന്നാലും ഞാൻ റെഡിയാണ്. അങ്ങനെ അയാൾ എറിഞ്ഞു പൊട്ടിച്ചു എന്ന് പറയുന്നു. 5 കോടി പ്രതിഫലമാണത്ര ഇപ്പൊ ജോജു ജോർജ് ചോദിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു, ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും വളർന്ന് സംവിധായകനും നടനും നായകനും നിർമ്മാതാവും ഒക്കെ ആയ ജോജു വന്ന വഴികൾ മറക്കുന്നതിൻ്റെ ഏറ്റവും നല്ല സൂചനയാണ്. 5 കോടി രൂപയാണ് പ്രതിഫലം ചോദിക്കുന്നത്. പിന്നെ ആവശ്യത്തിലധികം തലവേദനയും തരും. എന്റെ ശമ്പളം 5 കോടി രൂപയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ എടുത്ത് കളിക്കുന്നുണ്ട്. നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്റെ ശമ്പളം എന്താന്നുള്ളത് ഇവിടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ അന്വേഷിച്ചാൽ ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ആ പറഞ്ഞ പൈസക്ക് ആരൊക്കെ വെറുതെ പറയാം എന്റെ 5 കോടി, അതിന്റെ പകുതി വന്നാലും ഞാൻ റെഡിയാണ്. ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ എന്റെ ഗതികേടാണ്, മനസ്സിലായില്ലേ? ഇത് ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാം. ഒരിക്കലും ഞാൻ ഒരാളെ ടാർഗറ്റ് ചെയ്തോ ഒരു വിഷയം ഉണ്ടാക്കാനോ ഒരു ന്യൂസ് വാല്യൂ കിട്ടാനോ ഒന്നുമല്ല പറയാം. നിങ്ങൾ ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്യണം കേട്ടോ. എന്നെ കണ്ട ഭാവം അല്ലെങ്കിൽ പരിചയമുള്ള ഭാവം പാർവതി കാണിച്ചില്ല. ജയറാമിനോട് എനിക്കുള്ള പിണക്കം അതാണ് പാർവതിയുടെ മുഖത്ത് വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ വിട്ടുകൂടല്ലോ എന്ന് എനിക്ക് തോന്നി. പിന്നിൽ ചെന്ന് പാർവതിയുടെ മുതുകത്ത് ഞാനിങ്ങനെ തൊട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഭവ്യതയോടെ, കൃത്രിമമായ ഭവ്യതയോടെ ഞാൻ പറഞ്ഞു, എൻ്റെ പേര് ദിനേശ് എന്നാണ്, എനിക്കറിയാം എന്ന് തൂറി എറിഞ്ഞ മാതിരി പാർവതി ഉത്തരം പറഞ്ഞു. തമ്പി ശാന്തിയുള്ള ദിനേശിനെ അടിച്ചാലും ദിനേശ് ശ്രീകുമാരൻ തമ്പി അടിച്ചാലും എടുത്തു കിട്ടുന്ന ദിനേശനായിരിക്കും. പുള്ളി പറയുന്ന എൻ്റെ ചാനൽ പൂട്ടുമോ? തമ്പി സാറേ, കൊടി കെട്ടിയ വേറൊരുത്തൻ എൻ്റെ ചാനൽ പൂട്ടി. 57,800 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ യൂട്യൂബ് എനിക്ക് 72,000 രൂപ തരാനുള്ളപ്പോഴാണ് പൂട്ടിയത്. 1 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അടുത്ത ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ ചാനൽ വന്നു. സാറുടെ ചാനൽ നടത്തുന്നുണ്ട്, എനിക്കറിയാം. ജ്യോതിഷം, പുളിയില്ലാതെ എങ്ങനെ രസം വയ്ക്കാം, ചമ്മന്തിക്ക് മുളക് ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് സാർ എന്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. സാറിൻ്റെ അത് എത്ര പേര് കാണുന്നു എന്ന് എനിക്കറിയാം. സാറേ, അത് മനസ്സിൽ കിടക്കുന്നുവെങ്കിൽ അതിനെ എന്തിനാണ് സാറേ എന്നെ പോലൊരു പാവത്തിനെ ഇങ്ങനെ ആളുകൾ മുമ്പിൽ ഡ്രാമ കാണിക്കുന്നത്? സാറിനെ ഇനി ജീവിതത്തിൽ എൻ്റെ ഫേസ് ടു ഫേസ് കാണാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. അഥവാ എൻ്റെ മുന്നിൽ വന്ന് പെട്ടാലും എടോ വിളിക്കരുത്, അങ്ങനെ വിളിക്കരുത് സാർ. മനുഷ്യരല്ലേ സാർ, എപ്പോഴാണ് എൻ്റെ സ്വഭാവം ടെമ്പറാവുന്നതെന്ന് എങ്ങനെ അറിയാം? വേണ്ട സാർ, ഒരു ബലാബലമൊന്നും വേണ്ട. ഞാൻ വീണ്ടും അണ്ടർലൈനിട്ട് പറയുന്നു സാർ, പെണ്ണ് എന്ന് പറഞ്ഞാൽ 101% പെണ്ണിനെ ആ ബഹുമാനത്തോടെ കാണുന്ന ആളാണ് സാർ ഞാൻ. സാറിന് ആ അവകാശമൊന്നും സാറിന് ഉന്നയിക്കാൻ പറ്റില്ല. ഞാൻ ആ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സംവിധായകന് കൊടുത്ത വാക്കിൻ്റെ ഉറപ്പുകൊണ്ട് ഞാൻ കൂടുതൽ കഥകൾ പറയുന്നില്ല. എൻ്റെ സത്യം പറഞ്ഞാൽ അന്തരംഗത്തുനിന്ന് ഇങ്ങനെ പറ എന്ന് പറയുന്നുണ്ട് മനസ്സ്. ഞാനത് പറഞ്ഞാൽ വളരെ മോശമാവും സാർ. ഞാൻ സാറേ 10 മണിക്ക് ശേഷം ഒരു ബസ് സ്റ്റാൻഡിലും ഒരാളെയും കാത്തു നിന്നിട്ടില്ല സാർ. വീഡിയോ കണ്ടില്ലേ? ശാന്തിവള ദിനേശ് എന്ന് പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് 30 കൊല്ലം മുമ്പ് തൃശ്ശൂർ ജയറാമിൻ്റെ ഒരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആൾ അസോസിയേറ്റ് ആണ്, കംപ്ലീറ്റ് ഷൂട്ടിങ് അത് തൃശ്ശൂരാണ്. അപ്പോൾ അന്ന് എനിക്കറിയാം, അന്ന് ഞാൻ മൂപ്പരടുത്ത് ചാൻസ് ചോദിച്ച് പോയിട്ടുണ്ട്. എനിക്ക് അത് ഓർമ്മയില്ല. ഇപ്പോൾ യൂട്യൂബൊക്കെ വന്നപ്പോൾ മൂപ്പര നമ്പർ കണ്ടപ്പോൾ ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട്. ഏത് സമയത്ത് എടുത്താലും അദ്ദേഹം ആ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ അദ്ദേഹം ഉണ്ടായിരിക്കും. വിളിക്കുകയും ചെയ്യും, സംസാരിക്കുകയും ചെയ്യും. എത്ര നേരം വേണമെങ്കിലും നമ്മളോട് സംസാരിക്കും. എന്ത് സംശയം ചോദിച്ചാലും അദ്ദേഹം പറഞ്ഞു തരും.
അങ്ങനെ ഒരു യൂട്യൂബർ വേറെ ആരുമില്ല. എല്ലാവർക്കും യൂട്യൂബർമാർക്ക് സിനിമാക്കാരയിലും വലിയ അഹങ്കാരമാണ്. അപ്പോൾ അത് വേറെ കാര്യം, അത് പോട്ടെ. ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോജുവിൻ്റെ കാര്യം പറഞ്ഞതിലും അതുപോലെ തന്നെ ശ്രീകുമാരൻ നമ്പിയുടെ കാര്യം പറഞ്ഞതിലും പാർവതിയുടെ കാര്യം പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടാനില്ലേ. ഇദ്ദേഹം സിനിമക്കാരെക്കുറിച്ച് അരക്കി കലക്കി കുടിച്ച വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാം അന്വേഷിച്ച് അതുപോലെ തന്നെ ഉറപ്പ് വരുത്തി സത്യം മാത്രമേ അദ്ദേഹം പറയുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട്. സത്യം വിളിച്ചു പറയാനായിട്ട് അദ്ദേഹം ഒരിക്കലും മടിക്കാറില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലൊരു പോസ്കോ അടക്കം ഒരു 5-8 കേസ് വരെ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. അത് കുറേ കാലം ഈ കേസിനടക്കല മൂപ്പര പണി. ഇപ്പോഴും കേസിന് പല സ്ഥലങ്ങളിലും കേസുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്. എന്നാണ് സത്യം വിളിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശാന്തിവിള ദിനേശ് പറയുന്നതിനെ മുഴുവൻ ഞങ്ങൾ പ്രേക്ഷകർ തള്ളിക്കളയണ്ട. എന്തെങ്കിലുമൊക്കെ സത്യമില്ലാണ്ടും എന്തെങ്കിലുമൊക്കെ തെളിവില്ലാണ്ടും അദ്ദേഹം ഒന്നും അങ്ങനെ വിളിച്ച് പറയാറില്ല. അങ്ങനെ ഇല്ലാത്ത വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജോജുവിന് വേണമെങ്കിൽ ഒരു നിയമ നടപടികൾ ശാന്തിവിള ദിനേശിൻ്റെ പേരിലെടുക്കാമല്ലോ. എനിക്ക് ജോജു ജോർജിന് നടനിലെ ഇഷ്ടമാണ്. അദ്ദേഹം നല്ല നടനാണ്. വരവ് കണ്ടു, വരവ് എനിക്കിഷ്ടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ എല്ലാ പടങ്ങളും എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ് ആവാൻ അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങളുണ്ടായിരിക്കും. പക്ഷെ ആ അനുഭവങ്ങളൊക്കെ വന്ന വഴി മറക്കുന്നവരാണ് എല്ലാവരും. നടന്മാരുടെ സ്വഭാവം തന്നെ അങ്ങനെയാണ്. അവർ കഷ്ടപ്പെട്ടിട്ട് ബുദ്ധിമുട്ടി വരുന്ന ആൾക്കാർ തീരെ പ്രേക്ഷകരെ മൈൻഡ് ചെയ്യാറില്ല. അവർക്ക് അവരുടേതായുള്ള ഒരു അഹങ്കാരം വരും ഓടി വന്നു കഴിഞ്ഞാൽ. എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇതിനു വേണ്ടിയിട്ട് നടന്ന് എന്നെ എന്തെല്ലാം ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഒരു സംവിധായകനോടായാലും ഒരു സെറ്റിലായാലും ആ ദേഷ്യം എന്ന് പറഞ്ഞൊരു സംഭവം നടന്ന മുഖത്ത് വരരുത്. എന്നും ഒരു ചെറിയ എപ്പോഴും ഉണ്ടായിരിക്കണം. മമ്മൂട്ടി മോഹൻലാലൊക്കെ നടക്കുന്ന പോലെ. അതില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കേണ്ട വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ റിയാക്ട് ചെയ്യേണ്ട വരും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ അതിൻ്റെ വഴിക്ക് വിടുക. അതിനെതിരെ സംസാരിക്കാനോ കാര്യങ്ങളോ നിന്ന് കഴിഞ്ഞാൽ ഒരു വീഡിയോ വന്ന് പോണത് അതൊരു1000 വീഡിയോ ആയിട്ട് മാറും. അതാണ് ഇപ്പോൾ ഈ ജോജു ജോർജ് ചെയ്തത്. ജോജുവിനെ കുറിച്ച് ഇല്ലാത്ത പറഞ്ഞു വെച്ചാൽ കണ്ണടച്ച് വിടണത്. അതിനെപ്പറ്റി പിന്നാലെ പോകേണ്ട കാര്യമില്ല. മോഹൻലാലിനെ കുറിച്ച് എന്തൊക്കെ ആൾക്കാർ പറയുന്നു, മമ്മൂട്ടീനെ കുറിച്ച് എന്തൊക്കെ പറയുന്നു. അവർ സോഷ്യൽ മീഡിയയിൽ വന്ന എന്തെങ്കിലും കാര്യത്തിന് റിയാക്ട് ചെയ്യാൻ നിൽക്കണ്ട. ഇപ്പം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ മോഹൻലാലിൻ്റെ മകളെ കുറിച്ചുള്ള സൈബർ അറ്റാക്ക് ഉണ്ടായില്ലേ. ആ കുട്ടി നല്ലൊരു കുട്ടിയാണ്. ആ കുട്ടി വിദേശത്ത് ജീവിച്ച് അവിടുത്തെ ജീവിതം അച്ചടക്കത്തിലും മറ്റുള്ള കാര്യങ്ങളും ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ നമ്മുടെ മോഹൻലാലിൻ്റെ മകള്. ഈ കേരളത്തിലെ രാഷ്ട്രീയമൊന്നും ആ കുട്ടിക്ക് അറിയില്ല. ആ കുട്ടിയൊക്കെ ശരിക്കും അന്നത്തെ കാലത്ത് അവിടെ ജീവിക്കുന്ന സമയത്ത് ഒരു തെരുവ് നായ കിടന്ന് കഷ്ടപ്പെടുന്നു കണ്ടു. ആ തെരുവ് നായയെ എടുത്തിട്ട് ശുശ്രൂഷിച്ചു, അതിനെ ഒപ്പം വളർത്തി ഇന്ത്യയിലേക്ക് വരുമ്പോൾ ആ നായ്ക്കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ്റായിട്ട് സംസാരിച്ച് എന്നിട്ട് ഇങ്ങോട്ട് ദത്തെടുത്ത് കൊണ്ടുള്ള ഒരാളാണ്. അപ്പോൾ അത്രയും ഒരു അന്യജീവികളോട് അത്രയും ഇഷ്ടമുള്ള ഒരാളാണ്. മനുഷ്യരോട് അത്രയും സ്നേഹമുള്ളവരാണ്. അവർ സ്നേഹം പഠിക്കുന്നത് എങ്ങനെയാണ്? വിദേശ രാജ്യങ്ങളിൽ ജീവിച്ചു വളർന്നവരെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ വരെ ഇപ്പോൾ സൈബർ അറ്റാക്ക് നടക്കുന്ന ഒരു കാലമാണത്. അപ്പോൾ പിന്നെ ഈ ശാന്തിവിള ദിനേശിനെതിരെ ഈ സൈബർ അറ്റാക്ക് നടക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജോജു തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ചാനലിലും കയറിയിട്ട് പറയണത് എന്നെ ഇല്ലാണ്ടാക്കാനായിട്ടും. ഒരു ദിവസം കൊണ്ട് ഇല്ലാണ്ടാവണമാണോ ജോജു നിൻ്റെ ഇത്രയും കാലത്തെ ജീവിതം, സിനിമാ ജീവിതം? അതൊന്നല്ല. നിങ്ങളുടെ കയ്യിൽ പ്രതിഭയുണ്ടോ? നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ ആയാലും മറ്റന്നാളായാലും ജനം നിങ്ങൾ അംഗീകരിക്കും. നിങ്ങളുടെ കയ്യിൽ പ്രതിഭ ഉണ്ടായിട്ടും നിങ്ങൾ ജനങ്ങളെ കണ്ടില്ല എന്ന് വയ്ക്കാനും ജനങ്ങളോട് അഹങ്കാരം കാണിക്കാനും നിന്ന് കഴിഞ്ഞാൽ ജനങ്ങൾ സമ്മതിക്കില്ല, പ്രേക്ഷകർ സമ്മതിക്കില്ല. ഞങ്ങൾ തരുന്ന ഓരോ രൂപയാണ് നിങ്ങളുടെ വളർച്ചയുടെ ഒരു അടിസ്ഥാനം എന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തടത്തോളം കാലം നിങ്ങൾക്ക് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമാ ഫീൽഡിൽ നിന്ന് തന്നെ ചിലപ്പോൾ അങ്ങനെ അഹങ്കാരം മൂത്ത് പ്രതിഭയില്ലാത്ത ആൾക്കാർ ഒരുപാട് സിനിമാ ഫീൽഡിൽ നിന്ന് പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ദുരന്ത കഥാപാത്രം ആവാണ്ടിരിക്കാനാണ് ഞാൻ ജോജുവിനോട് പറയുന്നത്. പിന്നെ ശാന്തിവിള ദിനേശ് പറഞ്ഞതിൽ ശരിയാണോ തെറ്റാണോ അതൊക്കെ ഇനി വരും ദിവസങ്ങൾ നമുക്ക് അറിയുള്ളൂ. അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ട് എനിക്കൊന്നും അറിയില്ല. അദ്ദേഹം സെൽഫോൺ എറിഞ്ഞ് ഉടച്ചോന്നോ 5 കോടി രൂപ ചോദിച്ചു എന്നോ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ ശാന്തിവിള ദിനേശിനെ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയാനുള്ളൂ, സത്യം അറിയുന്നത് വരെ നമ്മുടെ സുഹൃത്ത് ശാന്തിവിള ദിനേശിനെ കല്ലെറിയാണ്ടിരിക്കുക. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹം ഒരാളിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഒരാൾക്കെതിരെ അങ്ങനെ കുറ്റം പറയുന്ന ആളൊന്നുമല്ല. അദ്ദേഹം വളരെ സാധുവാണ്, വളരെ മനുഷ്യത്വപരമായിട്ട് സംസാരിക്കുന്ന ആളാണ്. അതുപോലെ തന്നെ
സത്യങ്ങൾ മാത്രം യൂട്യൂബ് ചാനലിൽ കൂടെ അയാൾ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള നമുക്കൊരു ബഹുമാനമുണ്ട്. ആ ബഹുമാനം നമ്മൾ യൂട്യൂബർ ആയതുകൊണ്ടല്ല. യൂട്യൂബർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബർമാരോട് നമുക്ക് യാതൊരു ബഹുമാനമില്ല. അവരൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വന്തം കാര്യം ചിന്താവുക, അവർക്ക് ഉണ്ടാക്കണം പണം എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആൾക്കാർ കുറേയുണ്ട്. അക്കൂട്ടത്തിൽ പെട്ട ഒരാളല്ല ഈ ശാന്തിവിള ദിനേശ് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സത്യം അറിയുന്നവരെ നമുക്ക് അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം. അതുവരെ നമുക്ക് വീഡിയോ ഒന്ന് ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.